സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. ശ്രീദേവീനാരായണീയം ദശകം 1 ദേവീമഹിമ. ശ്ലോകങ്ങൾ 6, 7 പാരായണം. മാതാ കരോതി തനയസ്യ കൃതേ ശുഭാനി കർമാണി തസ്യ പതനേ ഭൃശമേതി ദുഃഖം വൃദ്ധൗ സുഖം ച തവ കർമ്മണ നാപി ദുഃഖം ത്വം ഹ്യേവ കർമ്മഫലദാ ജഗതാം വിധാത്രീ. ശ്ലോകം 7 പാരായണം. സർവത്ര വർഷസി ദയാം അത ഏവ വൃഷ്ട്യാ സിക്തഃ സുബീജ ഇവ വൃദ്ധിമുപൈതി ഭക്തഃ ദുർബീജവദ് വ്രജതി നാശമഭക്ത ഏവ ത്വം നിർഘൃണാ ന വിഷമാ ന ച ലോകമാതഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാസരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീദേവീനാരായണീയം ദശകം 1 ദേവീമഹിമ. ശ്ലോകങ്ങൾ 6, 7. 6, 7 ശ്ലോകങ്ങളുടെ പാരായണം ആദ്യം ശ്രവിക്കാം. അതിനുശേഷം ശ്ലോകങ്ങളുടെ പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയും ശ്രവിക്കാം. 6ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം: മാതാ കരോതി തനയസ്യ കൃതേ ശുഭാനി കർമാണി തസ്യ പതനേ ഭൃശം ഏതി ദുഃഖം വൃദ്ധൗ സുഖം ച തവ കർമ്മ ന അപി ദുഃഖം ത്വം ഹി ഏവ കർമ്മഫലദാ ജഗതാം വിധാത്രി. ഇനി അന്വയാർത്ഥം എന്താന്ന് നോക്കാം. മാതാ, മാതാവ്, അമ്മ, ജനനി. തനയസ്യ കൃതേ, പുത്രനു വേണ്ടി. ശുഭാനി കർമാണി, ശുഭങ്ങൾ, ശുഭാനി കർമാണി, അതായത് ശുഭം എന്ന് വെച്ചാൽ നല്ലത്, കർമാണി കർമ്മങ്ങൾ. അപ്പോൾ ശുഭാനി കർമാണി എന്ന് വെച്ചാൽ നല്ല നല്ല കർമ്മങ്ങളെ കരോതി ചെയ്യുന്നു. തസ്യ പതനേ, ആ പുത്രന്റെ പതനത്തിൽ ഭൃശം ദുഃഖം ഏതി, അത്യന്തം ദുഃഖം അനുഭവിക്കുന്നു. തസ്യ വൃദ്ധൗ, അവന്റെ അഭിവൃദ്ധിയിൽ ഭൃശം സുഖം ച, അത്യന്തം സന്തോഷിക്കുകയും ചെയ്യുന്നു ആ ജനനി. തവ കർമ്മന, അവിടത്തേക്ക് കർമ്മമില്ല. ദുഃഖം അപി ന, ദുഃഖവുമില്ല. ജഗതാം വിധാത്രി, ലോകങ്ങളെ സംവിധാനം ചെയ്യുന്ന. ത്വം ഏവാ ഹി, അവിടുന്ന് തന്നെയാണല്ലോ. കർമ്മഫലത, കർമ്മങ്ങളെ ദാനം ചെയ്യുന്നത്. ഈ 6ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം: ദേവിയുടെ ദേവിയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എങ്ങനെ? ഒരു നല്ല പുരികക്കൊടിയുള്ളവളാണ് ഭഗവതി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ആ പുരികക്കൊടിയുടെ ഒരു ചലനം കൊണ്ട് മാത്രമാണ് അമ്മ, ആ ദേവി ഇപ്രകാരം പ്രപഞ്ചത്തെ ഈ 3 ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കൊണ്ട് സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ത്രിമൂർത്തികളെ കൊണ്ട് ഓരോരോ ജോലി ചെയ്യിക്കാൻ ദേവിക്ക് ഒരു പ്രയാസവും ഇല്ല. ആ പുരികക്കൊടി ഒന്ന് ചലിക്കുക മാത്രമേ വേണ്ടൂ. അതാണ് ദേവിയുടെ പ്രഭാവം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നാം അനുസ്മരിച്ചു. ഇനി 6ാമത്തെ ശ്ലോകത്തില് മഹാശക്തി സ്വരൂപിണിയായ ദേവി ത്രിമൂർത്തികൾ വഴിയായി ലോകങ്ങളുടെ സൃഷ്ടി സംഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ നിലയ്ക്ക് ജീവജാലങ്ങളെല്ലാം ദേവിയുടെ മക്കളാണ് എന്ന് പറയാം. ആണല്ലോ അല്ലേ? അമ്മയല്ലേ, ലോകജനനിയാണ് അമ്മ. അപ്പോൾ ജീവജാലങ്ങളൊക്കെ ദേവിയുടെ മക്കൾ തന്നെയാണ്. ദേവി ആരാണപ്പോ? ദേവി ഈ ജീവജാലങ്ങളുടെയൊക്കെ അമ്മ. മറ്റമ്മമാരും ദേവിയും തമ്മിൽ എന്താ ഭേദം എന്ന് ചോദിച്ചാൽ അത് പറയാം. മറ്റമ്മമാര് മക്കളുടെ ഭാവി നന്മയ്ക്ക് വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്യുന്നു. മക്കൾക്ക് ഒരു പതനം വരുമ്പോൾ അമ്മമാരൊക്കെ എന്താ ദുഃഖിക്കും അല്ലേ? അയ്യോ, എൻ്റെ മകന് ഇങ്ങനെ ഒരു കഷ്ടം വന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇങ്ങനെ ആയല്ലോ, എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് മക്കൾക്ക് പതനം വരുമ്പോൾ അമ്മ ദുഃഖിക്കും. നന്മ വരുമ്പോഴോ സന്തോഷിക്കുകയും ചെയ്യും. ഈ അമ്മമാരും മക്കളും ഒക്കെ കർമാധീനരാണ്, കർമ്മങ്ങൾക്ക് അധീനന്മാരാണ്. മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഇവര്. അതിനാൽ അവർക്ക് സുഖവും ദുഃഖവും അങ്ങനെ മാറി 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 വരും. ദേവിയാകുന്ന അമ്മയോ, ആ അമ്മയാകട്ടെ കർമാധീനയല്ല, മറിച്ച് കർമാതീതയാണ്. കർമാതീതയാണ്. ദേവിക്ക് കർമ്മബന്ധമില്ല എന്നർത്ഥം. ജീവജാലങ്ങൾക്ക് കർമ്മഫലം നൽകുന്നത് ആരാണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് സുഖം കൊതിക്കുന്നവര് സത്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ദേവിയെ ഭജിക്കണം. ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ മാതാവ് എന്താ ചെയ്യണത്? സാധാരണ ഒരു മാതാവ് എന്താ ചെയ്യുക? മകൻ്റെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണു. ശുഭാനി കർമാണി മാതാ കരോതി തനയസ്യ കൃതേ. നല്ല പോലെ മക്കള് നല്ല പോലെ ആവാൻ വേണ്ടിയിട്ട് അല്ലേ, ശുഭാനികള് വേണ്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അമ്മ. അതേപോലെ അയാളുടെ മകന്റെ പതനത്തിലും അത്യന്തം ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മ. വൃദ്ധവും സുഖം ച, അതേപോലെ അഭിവൃദ്ധിയിൽ അത്യന്തം സന്തോഷിക്കുകയും ചെയ്യും അമ്മ. സാധാരണ അമ്മമാരങ്ങനെയാണ്. കർമ്മന അപി ദുഃഖം, എന്നാൽ അവിടത്തേക്ക് കർമ്മമില്ല ദുഃഖമില്ല. ഇപ്രകാരമൊക്കെ ഒരു വേഷമൊക്കെ കെട്ടി എങ്ങനെ ആടി വരണൂന്ന് മാത്രം. ത്വം ഹേവ കർമ്മഫലദാ ജഗതാം വിധാത്രി. മഹാശക്തി സ്വരൂപിണിയാണ് ജനനി അല്ലേ? ആ മഹാശക്തി സ്വരൂപിണിയായിട്ടുള്ള ജനനി ജീവജാലങ്ങളിൽ അമ്മയുടെ മക്കളാണ് അല്ലേ? അമ്മയുടെ മക്കളാണ്, ദേവിയുടെ മക്കളാണ് ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം. പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും അമ്മയുടെ മക്കളാണ്. അമ്മമാര് മക്കളുടെ ഭാവിക്കും നന്മയ്ക്കും ഒക്കെ വേണ്ടി സത്കർമ്മങ്ങളൊക്കെ ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോൾ അമ്മയ്ക്കും ദുഃഖം ഉണ്ടാവുന്നു, നന്മയുണ്ടാകുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്നു അല്ലേ? അപ്പോ ഈ അമ്മമാരും അവരുടെ മക്കളും ഒക്കെ കർമാധീനരാണ്. മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ പ്രാരബ്ധം അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവർക്ക് ചിലപ്പോൾ ദുഃഖം വരും, ചിലപ്പോൾ സുഖം, അങ്ങനെ മാറി 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 വരും. പുനരപി ജനനം പുനരപി മരണം. ജനിക്കുകയും ചെയ്യും മരിക്കുകയും ചെയ്യും. കർമ്മങ്ങൾ ചെയ്തതനുസരിച്ചിരിക്കും. ഉജ്ജന്മം ചെയ്ത എന്ത് സത്കർമ്മങ്ങളാണെങ്കിലും പാപകർമ്മങ്ങളാണെങ്കിൽ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണോ അതനുസരിച്ചായിരിക്കും ആ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അനുഭവിക്കുക അല്ലേ? പക്ഷേ ഈ ജഗജ്ജനനിയായിരിക്കുന്ന ഈ അമ്മ, ശക്തി സ്വരൂപിണിയും മാതൃസ്വരൂപിണിയുമായിരിക്കുന്ന ഈ അമ്മ, ഈ ഭഗവതി ഒരിക്കലും കർമ്മങ്ങളിൽപ്പെട്ട് ഉഴലുന്നില്ല. കർമാധീനയാണ്. ദേവിയാകുന്ന അമ്മ കർമാധീനയല്ല. കർമ്മമല്ല അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്, മറിച്ച് ധർമ്മമാണ്. അമ്മ കർമാധീനയാണ്. അമ്മ മക്കളെ പോറ്റി വളർത്തുന്നത് പോലെ ജീവജാലങ്ങൾക്ക് കർമ്മഫലം കൊടുക്കുന്നത് ആരാണ്? ഈ ജനനി തന്നെയാണ്. പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങൾക്കും കർമ്മഫലം കൊടുക്കുന്നത് തന്നെ ദേവിയാണ്. അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്ത് ദേവിയെ, ആ ലോകജനനിയെ എല്ലാവരും ഭജിക്കുക. സുഖം ആഗ്രഹിക്കുന്നവർ സത്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ദേവിയെ ഭജിക്കുകയാണ് വേണ്ടത് എന്ന് 6ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത 7ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണത്? ആ ശ്ലോകത്തിന്റെ പദച്ഛേദം നമുക്ക് നോക്കാം.
സർവത്ര വർഷസി ദയാം അത ഏവ വൃഷ്ട്യാ സിക്തഃ സുബീജ ഇവ വൃദ്ധിം ഉപൈതി ഭക്തഃ ദുർബീജവത് വ്രജതി നാശം അഭക്തഃ ഏവ ത്വം നിർഘണാന നിർഘണാന വിഷമാന ച ലോകമാതഃ. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. ത്വം സർവത്ര, അവിടുന്ന് സർവത്ര ദയാം വർഷസി, ദയയെ എങ്ങനെ വർഷിക്കുകയാണ്. അതഹ ഏവ, അതുകൊണ്ട് തന്നെ ഭക്തഃ, ഭക്തൻ വൃഷ്ട്യാ സുബീജഃ ഇവ, അതായത് വൃഷ്ട്യ എന്ന് വെച്ചാൽ മഴ, സുബീജഃ നല്ല വിത്ത് എന്ന പോലെ, വൃദ്ധിം ഉപൈതി വളർച്ചയെ പ്രാപിക്കുന്നു. അഭക്തഃ, അഭക്തൻ ദുർബീജവത് മോശപ്പെട്ട വിത്ത് എന്ന പോലെ, നാശം വ്രജതി ഏവ നശിച്ചു പോകുന്നു. തീർച്ച അല്ലേ, അങ്ങനെയല്ലേ. ഹേ ലോകമാതഃ, ഹേ ലോകമാതാവേ, ത്വം ന നിർഘണ, അവിടുന്ന് കൃപയില്ലാത്തവളല്ല. വിഷമാചന, അവിടത്തേക്ക് പക്ഷഭേദവുമില്ല എന്ന് പറയണു. അപ്പോൾ ഈ ശ്ലോകത്തിലെ വിവരണം എന്താന്ന് വെച്ചാൽ, ലോകജനനിയായിട്ടുള്ള അമ്മ കൃപാവതിയാണെന്ന് മുമ്പ് പറഞ്ഞു അല്ലേ. ഇനി എങ്കിൽ എന്തുകൊണ്ടാണ് ചിലർക്ക് അനുഗ്രഹം അനുഭവപ്പെടുന്നില്ല, ചിലർക്ക് കിട്ടുന്നുണ്ട് ചിലർക്കില്ല. സുഖദുഃഖങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ദേവിക്ക് പക്ഷഭേദമുണ്ടോ, അതോ കൃപയേ ഇല്ല എന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം തരുന്ന ഒരു ശ്ലോകമാണ് ഈ 7ാമത്തെ ശ്ലോകം. മഴ പെയ്യുമ്പോൾ ചില വിത്തുകളൊക്കെ നന്നായിട്ട് പൊടിച്ചു വരാറുണ്ട് അല്ലേ. വേറെ ചിലതോ ഒരുപാട് മഴയാകുമ്പോൾ അത് ചീഞ്ഞും പോവാറുണ്ട്. ഇവിടെ മഴയ്ക്ക് പക്ഷഭേദമൊന്നുമില്ല. ഒരു വിത്തിട്ടാൽ എല്ലാ വിത്തുകൾക്കും ഒരേപോലെയാണ് മഴ ലഭിക്കുന്നത് അല്ലേ. അത് സ്പഷ്ടമാണല്ലോ. നല്ല വിത്ത് മഴ കൊള്ളുമ്പോൾ വളർന്ന് വളർന്ന് വരും. മോശപ്പെട്ട വിത്താണെങ്കിൽ അത് ചീഞ്ഞും പോവും. രണ്ട് വിത്തിനും മഴ ഒരേപോലെയാണ് ലഭിക്കുന്നത്. സാധാരണ കാരണമാണ്. വിത്തിൽ തന്നെ കുടികൊള്ളുന്ന നന്മ തിന്മകളാകുന്ന വിശേഷ കാരണങ്ങളാണ് അതിൻ്റെ വളർച്ചയ്ക്കും നാശത്തിനും കാരണം. ദേവി ലോകത്തിൻ്റെ മാതാവാണ്. ജീവന്മാരെല്ലാവരും ദേവിയുടെ മക്കളുമാണ്. ദേവിയുടെ അനുഗ്രഹമഴ എല്ലാവരിലും ഒരുപോലെ ഒരേപോലെ, ആർക്കും പക്ഷഭേദം ഇല്ലാതെ അമ്മ ഒരുപോലെ, അമ്മയുടെ ആ അനുഗ്രഹമഴ എല്ലാവരിലും ഒരുപോലെ വീണുകൊണ്ടിരിക്കുകയാണ്. ദേവിയെ ഭജിക്കുകയും സർവദാ ആശ്രയിക്കുകയും ചെയ്യുന്ന ജീവന് അനുഗ്രഹമഴ അനുഭവപ്പെടുന്നു. ദേവിയെ ആശ്രയിക്കാത്തവർക്കോ ഇത് അനുഭവപ്പെടുന്നില്ല. ദേവിക്ക് കൃപയില്ലായ്കയില്ല, പക്ഷഭേദവുമില്ല. ദേവിയുടെ അനുഗ്രഹം അനുഭവപ്പെടണം എന്നുണ്ടെങ്കിൽ ദേവിയെ തന്നെ ആശ്രയിക്കണം, ദേവിയെ തന്നെ ഭജിക്കണം. ദേവിയുടെ അനുഗ്രഹമഴ കൊണ്ട് വളരുന്ന നല്ല വിത്താവണം ഓരോ ജീവനും എന്നർത്ഥം. ഇവിടെ വിവേകിയായ മനുഷ്യൻ ഈ രഹസ്യമൊക്കെ മനസ്സിലാക്കി സത്കർമ്മം ചെയ്യണം. ദേവിയെ സർവാത്മന ആശ്രയിക്കണം. അതായത് ദേവി അന്യഥ ശരണമില്ലാത്ത ഭക്തന്മാരിൽ കൃപാവതിയാണ് എന്ന് മുമ്പ് പറഞ്ഞു അല്ലേ. അത് 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അവിടത്തേക്ക് ആ അമ്മയ്ക്ക് ഒരിക്കലും ഒരാളോടും പക്ഷഭേദമില്ല എന്ന് അത് വിസ്തരിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, അച്ഛനമ്മമാർക്ക് കുട്ടികളോട് ഒരേപോലെ സ്നേഹമാണ് എന്നൊക്കെ. പക്ഷേ സാധാരണ അച്ഛനമ്മമാർക്ക് കുറച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹം ചിലവരോടുണ്ടാവും. പക്ഷെ ഈ അമ്മയോ, ഈ ജനനിയോ, ഈ ജഗജ്ജനനിയോ സർവത്ര വർഷസി ദയാം അത ഏവ വൃഷ്ട്യാ, ദയയെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ ആ മഴ അമ്മ സദാ എല്ലായിടത്തും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഭക്തൻ വൃഷ്ട്യാ സുബീജ ഇവ, മഴ കൊണ്ട് നല്ല വിത്ത് എന്നതുപോലെ വൃദ്ധിം ഉപൈതി വളർച്ചയിലേക്ക് എത്തുന്നു. എന്നാൽ അഭക്തനോ ദുർബീജവത്,
ആ അഭക്തൻ എങ്ങനെയാണ്? മോശമായിരിക്കുന്ന വിത്ത് പോലെ. അതായത് മോശമായിരിക്കുന്ന വിത്ത് എങ്ങനെയാണോ അതുപോലെയാണ് അഭക്തൻ. നല്ല വിത്തും മോശ വിത്തും ഉണ്ട്. നമ്മൾ പറയില്ലേ, വിത്ത് വിതയ്ക്കുമ്പോൾ ഒരേപോലെ നമ്മൾ വിത്ത് വിതയ്ക്കും. പക്ഷെ മഴ കൊള്ളുമ്പോൾ ചില വിത്തുകൾ നല്ല പുഷ്ടിയോടെ വളർന്നു കാണാം അല്ലേ? ചിലതോ അത്രയ്ക്ക് പുഷ്ടി ഉണ്ടാവില്ല. അപ്പോ മഴ എല്ലാ വിത്തിലും ഒരുപോലെ തന്നെ വർഷിക്കേണ്ടത്. നല്ല വിത്ത് മഴ ലഭിക്കുമ്പോൾ അത് മുളച്ച് പൊന്തിയും വരും. എന്നാൽ മോശമായ വിത്തോ അത് തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു. എല്ലാവരെയും ഒരേപോലെയാണ് അമ്മ കാണുക. ത്വം നിർഘൃണാന വിഷമാന ചലോകമാത. ഒരേപോലെ, അവിടത്തേക്ക് കൃപയില്ലാത്തത് കൊണ്ടല്ല, അവിടത്തേക്ക് പക്ഷഭേദമുള്ളത് കൊണ്ടുമല്ല, മറിച്ച് ആ വിത്തിന്റെ വ്യത്യാസം അനുസരിച്ച് മുളച്ചു പൊങ്ങാനുണ്ടാകുന്ന അതിൻ്റെ വ്യത്യാസം. അതായത് മോശം വിത്താണെങ്കിൽ തളർന്നു പോണു, നല്ല വിത്താണെങ്കിൽ പുഷ്ടിയോടെ വളരണു. പക്ഷെ മഴ ഒരേപോലെയാണ്. അപ്പൊ അമ്മയുടെ അനുഗ്രഹം ഒരേപോലെ തന്നെയാണ്. ആരെയും പക്ഷഭേദം ഇല്ലാതെ ഒരേപോലെ അമ്മ ദയ വർഷിക്കുകയാണ് അമ്മ. ഇതേപോലെ നല്ല വിത്ത് മഴ കൊണ്ട് കഴിഞ്ഞാൽ വളർന്നു വരികയും ചെയ്യുന്നു. മോശപ്പെട്ട വിത്തോ അത് അതേ മഴ കൊണ്ട് തന്നെ ചീഞ്ഞു നാറുകയും ചെയ്യുന്നു അല്ലേ? അപ്പോൾ വിത്തിൽ കുടികൊള്ളുന്ന നന്മ തിന്മകളുടെ വിശേഷം കൊണ്ട് അതിൻ്റെ വളർച്ചയും നാശവും സംഭവിക്കുന്നു. അപ്പോൾ ദേവിയെ ഭജിക്കുന്ന, സർവദാ ആശ്രയിക്കുന്ന ജീവന് അത് അനുഗ്രഹമഴയായി തീരുമ്പോൾ ദേവിയെ ആശ്രയിക്കാത്ത ആളുകൾക്ക് ഈ അനുഗ്രഹം അനുഭവപ്പെടുന്നില്ല. അവർക്ക് പലപ്പോഴും അത് നിഗ്രഹമായി തീരുന്നു. നമ്മളൊക്കെ നല്ല പോലെ മഴ പെയ്താൽ പണ്ടൊക്കെ എന്താ പറയുക? നല്ല മഴ അല്ലേ, നല്ല മഴ വന്നു, അയ്യോ നല്ല മഴ എന്നാ പറഞ്ഞിരുന്നത്. എല്ലാറ്റിനെയും നല്ലതായിട്ട് കാണുക, നല്ല മഴ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് പനി വന്നാൽ വല്ലവർക്ക് കാലൊക്കെ വേദന, അപ്പോൾ നല്ല പനി, നല്ല കാലുവേദന എന്നൊക്കെ പറയാറുണ്ട് അല്ലേ നമ്മൾ. അത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ പൂർവീകന്മാർ നമ്മളിൽ പാകിയ ഒരു നന്മയുടെ സ്വഭാവമാണ്. നമ്മൾ എല്ലാം നല്ലതായിട്ടാണ് കാണുന്നത്. എന്നാൽ നല്ല മഴ എന്ന് പറഞ്ഞതിനെ തന്നെ, നല്ല മഴ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതേ മഴയെ തന്നെ നമ്മൾ പറയും, ഹോ നശിച്ച മഴ, ഒടുക്കത്ത മഴ എന്നൊക്കെ ഗ്രാമ്യ ഭാഷയിൽ പറയും അല്ലേ? അപ്പൊ ദേവിക്ക് കൃപയില്ലാത്തത് കൊണ്ടല്ല, പക്ഷഭേദവുമില്ല. പക്ഷേ ദേവിയെ ആശ്രയിച്ചിരിക്കുന്നതിൻ്റെ വ്യത്യാസമനുസരിച്ച് ദേവിയുടെ അനുഗ്രഹമഴ അത് കൊണ്ടാൽ വളരുന്ന വിത്താവണം ഓരോരോ ജീവനും അങ്ങനെയുള്ളതായിരിക്കണം. വിവേകിയായിട്ടുള്ള മനുഷ്യൻ ഇത് മനസ്സിലാക്കി ദേവിയെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ദേവിയെ സർവാത്മന ആശ്രയിക്കണം. സൂര്യൻ്റെ ചൂട് എങ്ങനെയാണ് അനുഭവപ്പെടുക? സൂര്യൻ എല്ലാവർക്കും, കുറച്ച് ആൾക്കാർക്ക് മാത്രം കൂടുതൽ ചൂടും കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ചൂടും അങ്ങനെ കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും ചൂടും പ്രകാശവും നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സൂര്യൻ? ഒരേപോലെയാണ്. എന്നാൽ ഈ ചൂടും പ്രകാശവും സ്വീകരിക്കാതെ എല്ലാ വാതായനങ്ങളൊക്കെ അടച്ചിട്ട് മുറിക്കകത്ത് കൂരാക്കൂരിട്ടിലിരിക്കുന്ന ഒരാള് എനിക്ക് സൂര്യപ്രകാശം ലഭിച്ചില്ല, ഞാൻ അന്ധകാരത്തിലാണ് എന്നൊക്കെ വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിനെന്താ വേണ്ടത്? ആ വാതായനങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു വെക്കണം. അപ്പോ മനസ്സിന്റെ വാതായനങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കാറാവണം. അപ്പോഴാണ് ഭഗവതിയുടെ അനുഗ്രഹമഴ അല്ലെങ്കിൽ ആ സൂര്യ തേജസ്സിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നാണ് 7ാമത്തെ ശ്ലോകത്തില് പ്രത്യേകമായിട്ട് ദേവിയെ സർവാത്മന ആശ്രയിക്കണം. വിവേകിയായ മനുഷ്യൻ ദേവിയെ സർവാത്മന ആശ്രയിക്കണം എന്നാണോ? ദേവിയെ തന്നെ ആശ്രയിക്കണം, ദേവിയെ തന്നെ ഭജിക്കണം. അപ്പോൾ മാത്രമേ ദേവിയുടെ അനുഗ്രഹമഴ കൊണ്ട് വളരുന്ന ഒരു നല്ല വിത്തായിട്ട് ഓരോ ജീവനും നന്നായി വരികയുള്ളൂ എന്നാണ് 7ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.
സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.